Good morning, all. അഞ്ചാം സെമിസ്റ്ററിലെ ഇലക്ട്രോണിക്സ് എന്ന പേപ്പറാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഈ റിവിഷനിൽ, അതായത് 2019 റിവിഷനിൽ ഇലക്ട്രോണിക്സ് പേപ്പറിന് ക്രെഡിറ്റ് 3 മാറ്റിയിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള സിലബസിൽ ക്രെഡിറ്റ് 4 ആയിരുന്നു. അതുകൊണ്ട് ഒരാഴ്ചയിൽ 4 പീരീഡ് ഉണ്ടായിരുന്ന പേപ്പർ ഇപ്പോൾ 3 പീരീഡ് ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. സിലബസിൽ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചാപ്റ്റർ പ്രീവിയസ് സിലബസിൽ നിന്ന്, സീനിയേഴ്സിൻ്റെ സിലബസിൽ നിന്ന് ഒരു ചാപ്റ്റർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചാപ്റ്ററിലെ കുറച്ച് പോർഷൻസ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സിലബസ് ഓവറാൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സിലബസിൽ 7 ചാപ്റ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനു മുമ്പ് ഉള്ള സിലബസിൽ 8 ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ 7 ചാപ്റ്റർ ആണുള്ളത്. ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഫസ്റ്റ് ചാപ്റ്റർ സെമി കണ്ടക്ടർ റെക്ടിഫയേഴ്സ് ആൻഡ് DC പവർ സപ്ലൈസ്. ഫസ്റ്റ് ടോപ്പിക് പ്രിലിമിനറീസ് ഓഫ് റെക്ടിഫിക്കേഷൻ. അത് ഈ ചാപ്റ്ററിൻ്റെ പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ +2 ക്ലാസ്സുകളിൽ സെമി കണ്ടക്ടർ ഡിവൈസസ് എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഇവിടെ ടോപ്പിക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് സെമി കണ്ടക്ടർ എന്താണ്, ഇനി അതിൽ P ടൈപ്പ് സെമി കണ്ടക്ടർ, N ടൈപ്പ് സെമി കണ്ടക്ടർ, അതേപോലെ PN ജംഗ്ഷൻ, ഡയോഡ്. ആ സെമി കണ്ടക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ 2 തരം ബയാസിങ് നടത്താൻ പറ്റും. ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. ഫോർവേഡ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുക. അങ്ങനെ ഒരു ഫോർവേഡ് ബയാസിങ്ങിൽ ഒരു ഡയോഡിനെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് റെക്ടിഫയർ ചെറിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് +2 ക്ലാസ്സിലാണ് അത് വരുന്നത്. അവിടെ റെക്ടിഫയർ എന്നുള്ളതിൽ 2 തരം റെക്ടിഫയർ, ഹാഫ് വേ റെക്ടിഫയറും ഫുൾ വേ റെക്ടിഫയറും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അത്ര കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ടോപ്പിക്കിലേക്ക്, അതായത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ്. നമുക്ക് ഒരു ഫുൾ വേ റെക്ടിഫയർ ആയിട്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ +2 സിലബസിൽ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. ഇപ്പോൾ +2 ടെക്സ്റ്റ് ബുക്ക് കയ്യിലില്ല എങ്കിലും ഞാനതിൻ്റെ മെറ്റീരിയൽസ് ഒരു PDF രൂപത്തിൽ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വി കെ മേത്തയുടെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതിൽ ഇത് കവർ ചെയ്യുന്ന ഭാഗങ്ങൾ ഒരു PDF ഫയലായിട്ട് LMSൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത് നോക്കിയിട്ട് ആ കാര്യങ്ങൾ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അതൊരു ബ്രീഫായിട്ട് ആ കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം. ഇനി അതിൽ അടുത്ത ടോപ്പിക്ക് വരുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ, പിന്നെ അതിൻ്റെ എഫിഷ്യൻസി.
ദെൻ നെക്സ്റ്റ് ടോപ്പിക്ക് എങ്ങനെയായിരിക്കും ഒരു റെക്ടിഫയറിൽ റെക്ടിഫൈ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട്. നമുക്കറിയാം അതൊരു റെക്ടിഫയർ നമ്മൾ ഉപയോഗിക്കുന്നത് DC ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കൊരു റെക്ടിഫയറിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരിക്കലും പ്യുവർ DC ആയിരിക്കില്ല. അപ്പം അതിൽ എന്തായാലും കുറച്ച് AC കമ്പോണൻസ് ഉണ്ടായിരിക്കും. അതിനെയാണ് ആക്ച്വലി റിപ്പിൾ എന്നായിട്ട് പറയുന്നത്. അൺവാണ്ടഡ് AC കമ്പോണൻറ്റിനെയാണ് റിപ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ടേം റിപ്പിൾ ഫാക്ടർ എന്നുള്ളൊരു ടേമും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ AC സിഗ്നലും അതിൻ്റെ കൂടെ തന്നെ DC ഉണ്ടായിരിക്കും. അതിൽ AC നമുക്ക് ആവശ്യമില്ലാത്തതാണ്, നമുക്ക് DC മാത്രമാണ് അതിൽ ആവശ്യമുള്ളത്. അപ്പോൾ അതിലെ AC കമ്പോണൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ട്സിനെയാണ് ഫിൽട്ടർ സർക്യൂട്ട്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ 3 ഡിഫറെൻറ്റ് ഫിൽട്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി ഡയോഡിൻ്റെ അടുത്ത ഒരു ആപ്ലിക്കേഷനാണ് വോൾട്ടേജ് മൾട്ടിപ്ലയർ. അതേപോലെ തന്നെ അടുത്തൊരു ആപ്ലിക്കേഷനാണ്, അടുത്തൊരു ആപ്ലിക്കേഷനല്ല, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡാണ് സെനർ ഡയോഡ്. അതുപയോഗിച്ചിട്ട് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ. വോൾട്ടേജ് മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ട്രാൻസ്ഫോമറിൽ നിന്ന്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടിനെ അതിൻ്റെ വോൾട്ടേജിനെ ഡബിൾ ആക്കാൻ പറ്റും. ഡയോഡും കപ്പാസിറ്ററും ഉള്ള സർക്യൂട്ട് വെച്ചിട്ട് അതിൻ്റെ വോൾട്ടേജിനെ ഡബിൾ ആക്കാൻ പറ്റും. അവിടെ പവറിനെ കൂട്ടുന്നില്ല, എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, കറണ്ട് റെഡ്യൂസ് ചെയ്തിട്ട് വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ആ രൂപത്തിൽ വോൾട്ടേജ് മൾട്ടിപ്ലയർ നമുക്ക് പഠിക്കാനുള്ളത് വോൾട്ടേജ് ഡബിളർ ഉണ്ട്, വോൾട്ടേജ് ട്രിപ്ലർ ഉണ്ട്. ഇലക്ട്രോണിക്സിൽ സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് ഇതിനു മുമ്പൊക്കെ, അതായത് ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ മുമ്പൊക്കെ നമ്മൾ ചെയ്യാറുള്ളത്, നമ്മളൊരു ടോപ്പിക്ക് ചെയ്യുന്ന സമയത്ത് ലാബിൽ അതേ എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യിക്കുമായിരുന്നു. അതായത് ഇലക്ട്രോണിക്സ് ഒരു പേപ്പർ, ലാബിൻ്റെ ഒരു പേപ്പർ നമുക്ക് പ്രാക്ടിക്കൽ 3 ഇലക്ട്രോണിക്സ് ആണ്, ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടേഷൻ ഫിസിക്സും ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന്, അതായത് ഇപ്പോൾ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ചാപ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് 4 എക്സ്പെരിമെൻ്റ് നമുക്ക് പ്രാക്ടിക്കലിന് വരുന്നുണ്ട്. അതായത് ഒന്ന് ഫുൾ വേവ് റെക്ടിഫയർ, അതായത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ, പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയർ, വോൾട്ടേജ് മൾട്ടിപ്ലയർ, അതേപോലെ തന്നെ സെനർ ഡയോഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ. അപ്പം അന്നുള്ള അഡ്വാൻറ്റേജ് ഇങ്ങനെയായിരുന്നു, കാരണം അത് പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് കൂടുമായിരുന്നു. അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന്, ഈ ചാപ്റ്ററിൽ നിന്ന് 4 എക്സ്പെരിമെൻ്റ് നമുക്ക് പ്രാക്ടിക്കൽ പർപ്പസിൽ വേണ്ടി പ്രാക്ടിക്കൽ ഇതിൽ വരുന്നുണ്ട്. ഫുൾ വേവ് റെക്ടിഫയറും ബ്രിഡ്ജ് റെക്ടിഫയറും അതേപോലെ തന്നെ വോൾട്ടേജ് മൾട്ടിപ്ലയറും സെനർ ഡയോഡ് വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ. സെനർ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡയോഡാണ്. അത് റിവേഴ്സ് ബയാസിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. റിവേഴ്സ് ബയാസിൽ അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ചില പെർട്ടിക്കുലർ കേസിൽ അതിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. ആ ഒരു അഡ്വാൻറ്റേജ് ആണ് അതിനെ വോൾട്ടേജ് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്റർ അല്ല, ഒരു 6ാമത്തെ ചാപ്റ്ററാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട PDF ഫയൽ തരാം.
അപ്പം അതൊന്ന് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കി മനസ്സിലാക്കി പഠിക്കുക. അപ്പോഴേക്ക് നമ്മൾ 6ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. 6ാമത്തെ ചാപ്റ്ററിൻ്റെ സിലബസിലേക്ക് നമുക്ക് വരാം. അതിന് ഒരു മുൻധാരണകളൊന്നും വേണ്ടാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഇനി നമുക്ക് 2ാമത്തെ ചാപ്റ്ററിൽ ട്രാൻസിസ്റ്റർ. അത് ഇലക്ട്രോണിക്സ് എന്നുള്ള സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഈ 2ാമത്തെ ചാപ്റ്റർ. ഏറ്റവും കൂടുതൽ അവർ ഡിസ്കസ് ചെയ്യാനുള്ളതും ഏറ്റവും കൂടുതൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്നതും ഇവിടെയാണ്. അതുമാത്രമല്ല, കോമ്പറ്റേറ്റീവ് എക്സാംസിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഭാഗം കൂടെയാണിത്. അപ്പം ഇതിൽ ട്രാൻസിസ്റ്റർ എന്താണെന്നുള്ളത്, ട്രാൻസിസ്റ്ററിൻ്റെ ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻസ്, കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. ഇനി ആ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷനിലും ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും അതേപോലെ തന്നെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കാനുണ്ട്. അതേപോലെ ഓരോ കോൺഫിഗറേഷനിലും വരുന്ന ആംപ്ലിഫിക്കേഷൻ ഫാക്ടേഴ്സ്, ഏത് ക്വാണ്ടിറ്റീനെയാണ് അവിടെ ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത്, അത് 3 കോൺഫിഗറേഷനിൽ, CB കോൺഫിഗറേഷനിൽ ആൽഫ എന്നുള്ളൊരു ക്വാണ്ടിറ്റി, CE കോൺഫിഗറേഷനിൽ ബീറ്റ, CC കോൺഫിഗറേഷനിൽ ഗാമ, അങ്ങനെ ഒരു 3 ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യും. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒബ്റ്റെയിൻ ചെയ്യണം. ഇനി അതുകൂടാതെ ഈ സർക്യൂട്ടുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതുപയോഗിച്ച്, അതായത് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് ലോഡ് ലൈൻ. അതുപയോഗിച്ച് അതിൻ്റെ ടേംസിൽ വോൾട്ടേജ് ഗെയിൻ, കറണ്ട് ഗെയിൻ, അതേപോലെ തന്നെ പവർ ഗെയിൻ. ഇനി ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേഷനെ 3 ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റും. ഒരു ട്രാൻസിസ്റ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന, കറക്റ്റായിട്ട് ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന ആ ഒരു റീജിയനെ പറയുന്ന പേരാണ് ആക്റ്റീവ് റീജിയൻ. ഒരു ട്രാൻസിസ്റ്ററിനെ ഒരു ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്ന റീജിയനെ പറയുന്നതാണ് ആക്റ്റീവ് റീജിയൻ. ഇനി അതല്ലാത്ത 2 കേസസ്, ഒന്ന് കട്ട് ഓഫ് റീജിയനും രണ്ടാമത്തത് സാച്ചുറേഷൻ റീജിയനും. അപ്പോൾ നമ്മൾ ആംപ്ലിഫയറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഈ 3 റീജിയൻ, കട്ട് ഓഫ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ ആൻഡ് ആക്റ്റീവ് റീജിയൻ. ആക്റ്റീവ് റീജിയനിൽ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും. ബാക്കി 2 സമയത്ത്, അതായത് കട്ട് ഓഫും സാച്ചുറേഷനും ആവുന്ന സമയത്തും നമ്മൾ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് സ്വിച്ചിങ് സർക്യൂട്ടിൽ ആണ് നമ്മളത് ഉപയോഗിക്കുന്നത്, സ്വിച്ചിങ് സർക്യൂട്ട്. ഇനി ഒരു ട്രാൻസിസ്റ്ററിൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ട് അതിന് നീഡഡ് ആയിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് കൊടുക്കണം. അപ്പം അതിനൊരു മിനിമം റിക്വയർമെൻറ്റ് നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ ബയാസിംഗ് ആയിട്ട് പറയുക. നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയാസിംഗ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ നീഡ് എന്താണെന്ന് അനലൈസ് ചെയ്യണം. ഇനി ആ ഒരു ബയാസിംഗ് കൊടുക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ബയാസിംഗ് മെത്തേഡ്, ബേസ് റെസിസ്റ്റർ മെത്തേഡ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് മെത്തേഡ്,
ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബയാസിംഗ് മെത്തേഡ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതുകൂടാതെ ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ സർക്യൂട്ട്, അതിൻ്റെ ലോഡ് ലൈൻ അനാലിസിസ്, അതേപോലെ തന്നെ അതിൻ്റെ DC ആൻഡ് AC ഈക്വലന്റ് സർക്യൂട്ട്സ്, ഇത്രയാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ട്രാൻസിസ്റ്ററിൻ്റെ വർക്കിംഗ് പ്രോപ്പർട്ടീസ്, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു ആംപ്ലിഫയർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇനി ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സം പാരാമീറ്റേഴ്സ്, ബാൻഡ് വിഡ്ത്ത്, അതേപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, എക്സെട്ര, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ആ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മളൊരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ സർക്യൂട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, അതായത് ഈ ഒരു സിംഗിൾ സ്റ്റേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംപ്ലിഫിക്കേഷൻ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ കൂടുതൽ സ്റ്റേജസ് ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ നമ്മൾ കണ്ടെത്തുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ആംപ്ലിഫയർ സർക്യൂട്ട്സ് ആണ് മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ്. അതിൽ ഡിഫറെൻറ്റ് ഫോംസിൽ നമുക്ക് കപ്ലിംഗ് നടത്താൻ പറ്റും. എക്സാമ്പിൾസ് ആണ് റെസിസ്റ്റൻസ് കപ്പാസിറ്റർ കപ്പിൾഡ്, RC കപ്പിൾഡ് ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ, ദെൻ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. ഇനി അതിൻ്റെ കമ്പാരിസൺ. ഇലക്ട്രോണിക്സിൽ ഏറ്റവും ചെറിയൊരു ചാപ്റ്ററാണ് ഇത്, മൾട്ടി സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സ്. ഇതിനും നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് VK Math തന്നെയാണ് റെഫറൻസ് ആയിട്ടുള്ളത്. ഇനി നാലാമത്തെ ചാപ്റ്റർ ഫീഡ്ബാക്ക് സർക്യൂട്ട്സ് ആൻഡ് ഓസിലേറ്റേഴ്സ്, അതായത് ഒരു ആംപ്ലിഫയറിലെ ഔട്ട്പുട്ടിൽ നിന്ന് സം ഫ്രാക്ഷൻ ഓഫ് ഔട്ട്പുട്ടിനെ ഇൻപുട്ടിലേക്ക് വീണ്ടും ഫീഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫീഡ്ബാക്ക് ആയിട്ട് പറയുന്നത്. ഫീഡ്ബാക്ക് രണ്ട് രൂപത്തിലുണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്, പോസിറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഓസിലേറ്ററി സർക്യൂട്ടിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അത് ഇൻപുട്ട് റെസിസ്റ്റൻസിലും ഔട്ട്പുട്ട് റെസിസ്റ്റൻസിലും വരുന്ന മാറ്റം എന്താണ്, അതേപോലെ തന്നെ ബാൻഡ് വിഡ്ത്തിൽ എന്ത് ചേഞ്ചാണ് വരുത്തുന്നത്, ഗെയിനിൽ എന്ത് വേരിയേഷനാണ് ഉണ്ടാക്കുന്നത്, ഇത്ര കാര്യങ്ങളാണ് നെഗറ്റീവ് ഫീഡ്ബാക്കും അതിൻ്റെ അഡ്വാൻറ്റേജസിലും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് മെയിനായിട്ട് ഓസിലേറ്ററി സർക്യൂട്ട്സിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓസിലേറ്ററി സർക്യൂട്ട്സ്, LC ഓസിലേറ്റേഴ്സും RC ഓസിലേറ്റേഴ്സ്. LC ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് കോയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇൻഡക്റ്റൻസ്. അപ്പോൾ LC അതേപോലെ തന്നെ RC ഓസിലേറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ ട്യൂൺഡ് കളക്ടർ ഓസിലേറ്റർ, ദെൻ മെയിനായിട്ട് ഹാർട്ട്ലി, കോൾപിച്ച് ആൻഡ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അവയുടെ ഫ്രീക്വൻസി ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. ഇത് VK Mathയുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ചാപ്റ്റർ ആയിട്ടാണ് ഉള്ളത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു ചാപ്റ്ററും അതേപോലെ തന്നെ ഓസിലേറ്റേഴ്സ് എന്നുള്ളത് അടുത്ത ചാപ്റ്ററും ആയിട്ടാണ്. അതാണ് നമ്മുടെ 4th ചാപ്റ്റർ. 5ാമത്തെ ചാപ്റ്ററിൽ ഇതിനു മുമ്പ് ഈ ചാപ്റ്ററിൻ്റെ പേര് സ്പെഷ്യൽ ഡിവൈസസ് ആൻഡ് ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ് എന്നായിരുന്നു. അതായത് അതിൽ ആ സ്പെഷ്യൽ ഡിവൈസസ് ഇതിൽ നിന്ന് എടുത്തു മാറ്റി ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സ് മാത്രമാക്കിയിട്ട് ചാപ്റ്ററിനെ ചുരുക്കി. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് എല്ലാം അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആ ഭാഗങ്ങളും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓപ്പറേഷൻ ആംപ്ലിഫയർ, ബാക്കിയുള്ള
ആംപ്ലിഫയറിന് ഇതിനുള്ള വ്യത്യാസം, ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതിൽ സമ്മിങ് ആംപ്ലിഫയർ ഉണ്ട്, ഡിഫറൻഷിയേറ്റർ, ഇൻ്റഗ്രേറ്റർ, ഇങ്ങനത്തെ ആംപ്ലിഫയർ എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപയോഗിച്ച് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇതിനും റെഫറൻസ് VK മാത്ത് തന്നെയാണ്. ഇതൊരു അഡ്വാൻസ് ലെവലിലുള്ള ചാപ്റ്റർ ആണ്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ PG ലെവലിൽ വരുന്നതാണ്. ഇനി അടുത്ത ചാപ്റ്റർ നമ്പർ സിസ്റ്റം. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട്, അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള ഭാഗത്ത്, അതായത് നമ്മളുടെ പേപ്പറിൻ്റെ പേര് തന്നെ ഇലക്ട്രോണിക്സ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ. അതിൽ ഡിജിറ്റൽ ഭാഗത്ത് 2 ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്പർ സിസ്റ്റം. അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമുക്കറിയാം ബൈനറി, അതായത് 1-0 എന്ന ഡിജിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് മാനിപ്പുലേഷൻസ് എല്ലാം നടക്കുന്നത്. അപ്പം അതിലേക്കുള്ള ഒരു ഗെറ്റ് ത്രൂ, അതാണ് ഈ ചാപ്റ്റർ. ഇപ്പം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം, ഓരോ സിസ്റ്റത്തിൽ നിന്നും മറ്റു സിസ്റ്റത്തിലേക്കുള്ള കൺവേർഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾ ഇതേ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർക്കും വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ എബിലിറ്റി മാത്രം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ചാപ്റ്ററാണ്. അതേസമയം തന്നെ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിനുള്ള മുൻധാരണകൾ, അതായത് പ്രീ റിക്വസിസ്റ്റ് +2 ലെവലിലുള്ള ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. അതിനുശേഷം ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ഡിഫറൻറ്റ് നമ്പർ സിസ്റ്റം, ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഡെസിമൽ, ഇത്രയാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അതിൽ നിന്ന് ബാക്കിയുള്ള ഓരോന്നിലേക്കും ഉള്ള കൺവേർഷൻ, തിരിച്ചുള്ള കൺവേർഷൻ, അതുകൂടാതെ ബൈനറി, ഓക്ടൽ, ഹെക്സാഡെസിമൽ, ഇവ തമ്മിൽ മ്യൂച്വൽ ആയിട്ടുള്ള കൺവേർഷൻ, ഇത്രയാണ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുകൂടാതെ ബൈനറി നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ കോംപ്ലിമെൻറ്റ് ആൻഡ് ഇറ്റ്സ് ആൾജിബ്ര, 2 തരം കോംപ്ലിമെൻറ്റ്, 1's കോംപ്ലിമെൻറ്റും 2's കോംപ്ലിമെൻറ്റും നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിന് ടെക്സ്റ്റ് ബുക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് ആദിത്യ P. മാത്യൂറിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് റെഫറൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ലോജിക് ഗേറ്റ്സ് ആൻഡ് സർക്യൂട്ട്സ് എന്ന ചാപ്റ്ററാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് ട്രാൻസിസ്റ്ററിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു കട്ട് ഓഫ്, സാച്ചുറേഷൻ എന്ന 2 പോയിന്റുകൾ. അപ്പോൾ ആ ഭാഗങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യം 6ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1, 2, 3 ആ ചാപ്റ്ററുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററിലേക്ക് വരുള്ളൂ. ഇത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ 2ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമുക്ക് 2 ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ഫണ്ടമെൻ്റൽ ഗേറ്റ്സ്, അതിൽ ഓർ, ആൻഡ്, നോട്ട്, നോറ്, ഇങ്ങനത്തെ ഗേറ്റുകൾ. യൂണിവേഴ്സൽ ഗേറ്റിൽ നമ്മൾ നോറ്, നാൻഡ് അവിടെ ഡിസ്കസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഡിജിറ്റൽ സർക്യൂട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് ഡി മോർഗൻസ് തിയറം. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്,
പിന്നെ ബൂളിയൻ റിലേഷൻസ്, അതിൻ്റെ റിഡക്ഷൻ എല്ലാം ചെയ്യാനുണ്ട്. ദെൻ ഹാഫ് ആഡർ, ഫുൾ ആഡർ. ഒരു ബൈനറി സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ആഡിങ് സർക്യൂട്ടുകളാണ് ഹാഫ് ആഡറും ഫുൾ ആഡറും. പിന്നെ അഡീഷണൽ ആയിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതൊരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി സ്റ്റോറേജ് ഡിവൈസിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇപ്പോൾ 2 തരം ഫ്ലിപ്പ് ഫ്ലോപ്പും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാൽവിനോ ആൻഡ് ലീച്ചിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് ഈ 7ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Okay, thank you.